വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ ഇന്ന് പാർട്ട് 2 ഓഫ് സ്റ്റോൾ അപ്ഡേറ്റ് ആണ്. അതിനുള്ള കാര്യങ്ങൾ, ഡെസ്കിനുള്ള കാര്യങ്ങളായിരുന്നു. ഓർഗനൈസർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കേൾക്കാം. ടേബിൾ ക്ലോത്ത് 3 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ടേബിൾ ക്ലോത്ത്. പിന്നെ സ്റ്റാൻഡുകളാണ്. സ്റ്റാൻഡുകളെന്ന് പറയുമ്പോൾ ഇങ്ങനെ ബുക്ക് സ്റ്റാൻഡ് പോലത്തെ സ്റ്റാൻഡുകളാണ്. ഇങ്ങനത്തെയും സ്റ്റാൻഡുകളുണ്ട്. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഈസ് ലൈക്ക് എ പെഗ് സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ലൈക്ക് എ 2 ടയർ ബുക്ക് പോലെ ഒരു സ്റ്റാൻഡാണ് ഇത്. പക്ഷേ നമുക്ക് മേടിക്കാൻ ആമസോണിൽ തന്നെ കിട്ടും. ബട്ട് ഇങ്ങനെയല്ല കിട്ടുക. നമ്മൾ സാധാരണ ഇത് ചെയ്യണം. മറ്റേ എന്താ പറയുക, മേടിച്ചിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട്. ഇത് കണ്ടോ, ഈ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ അത് 2 അങ്ങനെ. പിന്നെ ഇതൊരു മണി ബോക്സ് പോലത്തെ ഒരു ബോക്സാണ്. നമുക്ക് സ്റ്റോളൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് പൈസയൊക്കെ അല്ലെങ്കിൽ പേപ്പേഴ്സ്, എന്തെങ്കിലും ബില്ലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. സോ ഐ ബേസിക്കലി പുട്ട് സ്റ്റിക്കർ. ഇതൊരു ഗിവ് അവേ പോലത്തെ ഒരു സ്റ്റിക്കറാണ്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ വയ്ക്കാറുണ്ട്. വിസിറ്റിംഗ് കാർഡാണിത്. ആൻഡ് സം സ്റ്റിക്കേഴ്സ്. ഓക്കെ. ആൻഡ് ഇങ്ങനെയാണ് ഫസ്റ്റ് ഇതിൽ ഞാൻ വയ്ക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇതിൽ ഞാൻ വയ്ക്കുന്നത് എൻ്റെ ബില്ലും പേനയും പെൻസിലൊക്കെ, അങ്ങനത്തെ കുറേ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതും വയ്ക്കാം. മറ്റേ പ്ലെയിൻ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഞാൻ അതും വയ്ക്കാറും. ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദി സ്റ്റാൻഡ്. ഇത് ബാനറാണ്. ഇത് കണ്ടോ, ബാനറാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റാൻഡാണ്. സോ ഇങ്ങനെയല്ല വയ്ക്കുക. എന്തായാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ദിസ് ഇസ് ദ ക്യു ആർ കോഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആക്ച്വലി ഫോർ ദ പ്രൊഡക്ട്സ് കുറച്ചും കൂടെ ഇനി 2 കൂടെ വരാനുണ്ട്. ഇത് ഒരു ട്രേ ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ പ്ലാസ്റ്റിക് ട്രേ തന്നെയാണ്. സാധാരണ പ്ലാസ്റ്റിക് ട്രേ അതാണിത്. ഇതിലിപ്പോൾ നമുക്ക് നോട്ട് പാഡ് അതൊക്കെ വയ്ക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ജൂട്ടിൻ്റെ ഒരു ഇതാണ്, ബാഗാണിത്. ഇത് ട്രേ പോലത്തെയാണ്. നമുക്കിതിൽ ബുക്സ് വയ്ക്കാം. അങ്ങനെ. പിന്നെ ഇതും അതെ ഒരു ട്രേ ആണ്. ദിസ് ഈസ് ഓൾസോ എ ട്രേ ആൻഡ് യു ക്യാൻ പുട്ട് ഇൻസൈഡ് എനിത്തിങ്. ലൈക്ക് ഒന്ന് കാണിച്ചു തരാം. സോറി. കണ്ടോ, ഇതിൽ സ്പേസ് കണ്ടോ? നമുക്ക് ധാരാളം യു ക്യാൻ പുട്ട് അറ്റ്ലീസ്റ്റ് ബുക്സ് അല്ലെങ്കിൽ യുവർ പ്രൊഡക്ട്സ്, വാട്ട് എവർ പ്രൊഡക്ട്സ് യു ഹാവ്, അതൊക്കെ നമുക്ക് വയ്ക്കാം. ആൻഡ് ദീസ് തിങ്സ് ആർ വെരി ഈസി ടു ഹാൻഡിൽ ആക്ച്വലി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈനൊക്കെ പേപ്പർ ഇതായിട്ടുള്ള നമ്മൾ ഇങ്ങനെ വെക്കില്ലേ, ടേബിളിന്മേൽ വെക്കില്ലേ. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ ലോഗോ പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വെക്കാം. ഓർ മേ ബി പ്രൈസ് എഴുതിയത് നിങ്ങൾക്ക് വെക്കാം. സോ ദിസ് ഈസ് ലൈക്ക് എ സ്റ്റാൻഡ് വിച്ച് ക്യാൻ ബി മൾട്ടി പർപ്പസ് ആക്ച്വലി. ദിസ് ഈസ് ഫോർ മെനി തിങ്സ്. ജസ്റ്റ് ടു പേര് എഴുതാൻ വേണ്ടി വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ്. ഇപ്പോൾ ഞാൻ സപ്പോസ് ഇപ്പോൾ ചിലർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് they will keep it inside this, like this. See? So this is like a visiting card. അപ്പോൾ വിസിറ്റിംഗ് കാർഡ് ഇപ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് അറിയാൻ വേണമെങ്കിൽ you can keep it on top of the money box, and then somebody asks what are you doing, you can just tell that these are the things, and if you want to contact me you can contact. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. കുറേ വിസിറ്റിംഗ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇത് എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഷോ ഇറ്റ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ ആം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്, ഇതിൻ്റെ നമ്പറാണ്. യു ക്യാൻ കീപ് ദിസ് ഇൻ ദ side of the table over here or on top of this also. So it's actually a good way to present also. അങ്ങനെ പല രീതിയിലും ഇത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് വൺ ട്രേ ദാറ്റ് ഞാൻ പെയിൻറ്റ് ചെയ്തിരുന്നതാണ്. അത് ഭയങ്കര മേടിച്ചൊരു ബാംബൂൻ്റെ ഒരു ട്രേ ആണ്. അതിൽ ഞാൻ താമരയും ഇതും വെച്ചിട്ട് അക്ലറിക് പെയിൻറ്റാണ് ഞാൻ ചെയ്തേക്കണത്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് വെരി സിമ്പിൾ അക്ലറിക് പെയിൻറ്റിങ്. ഇൻസൈഡ് ഞാൻ പെയിൻറ്റ് ചെയ്തായിരുന്നു ഒരു കളർ വെച്ചിട്ട്, പിന്നെ ഇവിടെ ഞാനൊരു കളറും ചെയ്തായിരുന്നു. സോ ദിസ് ഇസ് വാട്ട്. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ട്. പിന്നെ ബാംബൂവിൻ്റെ തന്നെ ഇത് ഞാൻ ബേസിക്കലി കീ ചെയിനും അല്ലെങ്കിൽ നമ്മുടെ
ഫെൽറ്റ് പൗച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാൻ തക്കമുള്ള ഒരു ഇതാണ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ദീസ് ട്രേസ് ആർ വെരി ലിറ്ററലി ദിസ് ഈസ് വെരി ഗുഡ്. ഈ ട്രേ നിങ്ങൾക്ക് നോട്ട് പാഡിനും അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വെക്കാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഓൾസോ ബിക്കോസ് അത്രയും സ്പേസ് അവർ എടുക്കുന്നുണ്ട്. ലൈക്ക് ഇഫ് യു വോണ്ട് ടു പുട്ട് ബുക്ക് നോട്ട് പാഡ് ഇങ്ങനെ വരിയായിട്ടോ ഈ രീതിയിലോ വെക്കാം. ഇപ്പം എന്ത് പ്രൊഡക്റ്റ് ആയാലും അതെ, നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റ് വാട്ട് എവർ പ്രൊഡക്റ്റ് ദാറ്റ് യു ഡൂയിങ് ഓൾസോ യു ക്യാൻ പുട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് സാധനങ്ങൾ. ലൈക്ക് ഐ എം പ്രിപ്പയറിങ് ഫോർ ദി സ്റ്റോൾ ആൻഡ് സം തിങ്സ് ദാറ്റ് വിച്ച് ഐ ക്യാരി വിത്ത് മീ. ആൻഡ് ദാറ്റ് ഈസ് സിസർ ഉണ്ട്, മാർക്കേഴ്സ് ഉണ്ട്, സ്കെയിലുണ്ട്, ടേപ്പ് ഉണ്ട്, അത്യാവശ്യത്തിന് ത്രെഡ് ഉണ്ട്. സോ സം തിങ്സ് വിച്ച് ആർ ലൈക്ക് പിൻസ് വെക്കും. ഇനിയിപ്പോൾ പിൻസ് വെക്കാനുണ്ട്. പിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ പിന്നും വെക്കാം നിങ്ങൾക്ക്. ദിസ് ഈസ് വൺ പിൻ ദാറ്റ് ഐ യൂസ് ആൻഡ് യു ക്യാൻ യൂസ് ദിസ് ഓൺ എനി എന്താ പറയുക, നിങ്ങൾക്കത് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് ഇഫ് യു വോണ്ട് ടു കീപ് ദിസ് ആസ് എ സ്റ്റാൻഡ് യു ക്യാൻ യൂസ് ദാറ്റ് ആസ് എ സ്റ്റാൻഡ്. ആൻഡ് ഹൗ ഇപ്പം ചിലർ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യണത് ഇങ്ങനെയൊക്കെ ചിലർ യൂസ് ചെയ്യും, ജസ്റ്റ് ടു കീപ്പ് ഇറ്റ് ഓൺ ടോപ്പ്. ഓർ മേ ബി പൊതുവേ ഇതൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ നമ്മുടെ പ്രൈസ് ടാഗൊക്കെ യൂസ് ചെയ്യാനാണ്. സോ അങ്ങനെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് തിങ് ദാറ്റ് യു ആർ doing and everything. So ഇത്രയേ ഉള്ളൂ. So anyways this is a small prep video actually. ഇനി ഇതിന്ന് ചിലപ്പോൾ ആഡ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഇല്ല. So thank you for joining me and let's prep up for more things. Product wise products ഒന്നും ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. So I have to do that also. ഇത് ഞാൻ അതിനുള്ള വെക്കാനുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊരു താങ്ക് യു പോലെ ഒരു കാര്യമാണ് ഞാൻ ചെയ്യണത്. കുറച്ചേ ഉള്ളൂ, വെരി ലിമിറ്റഡ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സെറ്റ്. ഞാൻ പെൻസില്, റബ്ബറ്, ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു റബ്ബറാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ഷീറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഇത് ചെയ്തായിരുന്നു. അപ്പോൾ ഇതേ ഉള്ളൂ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി സ്റ്റോൾ വീഡിയോ.